നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും ലീഗ് ചേർത്ത് നിർത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDF-നൊപ്പം ഭദ്രമായി നിലകൊണ്ടുവെന്നും മുഖ്യമന്ത്രി. താൻ വിമർശിച്ചത് സാദിഖ് അലി തങ്ങളെയല്ല, നടത്തിയത് ലീഗ് സംസ്ഥാന പ്രസിഡന്റിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനമെന്നും മുഖ്യമന്ത്രി. ചേലക്കരയിൽ പരാജയപ്പെട്ടാൽ ഉത്തരവാദി താൻ മാത്രമായിരിക്കുമെന്ന മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞ് VD സതീശൻ. പരാജയം തൃശൂരിലെ നേതാക്കളുടെ തലയിൽ കെട്ടിവെച്ച് സതീശൻ. രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതല്ല പരാജയ കാരണമെന്ന് K സുധാകരൻ. നേതാക്കളുടെ പിടിപ്പുകേട് മൂലം ചോദിച്ചു വാങ്ങിയ തോൽവിയെന്ന് പ്രാദേശിക നേതാക്കൾ. പാലക്കാട് തോൽവിയെ തുടർന്ന് BJP-യിൽ K സുരേന്ദ്രനെതിരെ നീക്കം ശക്തം. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ഊർജിത നീക്കം. സുരേന്ദ്രനെ കൈവിട്ട് V മുരളീധരൻ. പാലക്കാട് പരാജയത്തെക്കുറിച്ച് സുരേന്ദ്രൻ പറയട്ടെയെന്ന് V മുരളീധരൻ. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫഡനാവിസ് മുഖ്യമന്ത്രിയായേക്കും. ഏക്നാഥ് ഷിൻഡെയ്ക്കും അജിത് പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാനമെന്ന് സൂചന. മഹാരാഷ്ട്രയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രമേശ് ചെന്നിത്തല. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞ 26-ന്. യുപിയിലെ ഷാഹി ജുമുഅ മസ്ജിദ് പുരാതന ഹിന്ദു ക്ഷേത്രമാണെന്ന BJP വാദത്തിന്മേൽ മസ്ജിദിൽ നടന്ന സർവേയിൽ വ്യാപക സംഘർഷം. സംഘർഷത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. കൊച്ചിയിൽ കാക്കനാട് DLF ഫ്ളാറ്റിൽ വീണ്ടും കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം. വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെയും ഇന്നുമായി ചികിത്സ തേടിയത് 27ഓളം പേർ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ PMA സലാമിന്റെ പ്രതികരണം തള്ളി PK കുഞ്ഞാലിക്കുട്ടി. സലാം പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല. ഇത്തരം പരാമർശങ്ങൾ ആര് പറഞ്ഞാലും എതിർക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി. ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യക്കുപ്പി മോഷ്ടിച്ചു. കൊല്ലം ചാത്തന്നൂരിലെ ബിവറേജ് ഔട്ട്ലെറ്റിലാണ് സംഭവം. കുപ്പി മോഷ്ടിച്ച ആളെ ഇതുവരെയും കണ്ടെത്തിയില്ല. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. നിയുക്ത കർദിനാൾ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കം. ചടങ്ങിൽ കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ എന്നിങ്ങനെ 4000-ത്തിലധികം പ്രതിനിധികൾ പങ്കെടുത്തു. ശബരിമലയിൽ എത്ര തീർത്ഥാടകർ വന്നാലും സ്പോട്ട് ബുക്കിംഗിന് അവസരമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത്. വരുന്നവർ ആധാർ കയ്യിൽ കരുതണമെന്നും നിർദ്ദേശം. ശബരിമലയിലെ തീർത്ഥാടകരിൽ നിന്നും ലഭിച്ചത് സംതൃപ്തി നൽകുന്ന പ്രതികരണമെന്ന് PS പ്രശാന്ത്. ഇത് കൂട്ടായ്മയുടെ വിജയമാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. ലെബനനിലെ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 20 പേർ മരിച്ചു. ആക്രമണമുണ്ടായത് 8 നില കെട്ടിടത്തിന് നേർക്ക്. ദില്ലിയിൽ വായു മലിനീകരണം രൂക്ഷം. വിവിധ മേഖലകളിൽ 350-ന് മുകളിലാണ് വായു മലിനീകരണ തോത്. നഗരപ്രദേശങ്ങളിൽ ട്രക്കുകളുടെ നിയന്ത്രണം പരിശോധിക്കുന്നതിനായി CCTV ദൃശ്യങ്ങൾ ഹാജരാക്കണമെന്ന് സുപ്രീം കോടതി.
മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാകാതെ സംസ്ഥാന സർക്കാർ. സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ 10,000 സൈനികരെ കൂടി സംസ്ഥാനത്ത് വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. 90 കമ്പനി പട്ടാളങ്ങളെ പുതുതായി അയക്കുമെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് കുൽദീപ് സിംഗ്. നടന്മാർക്കെതിരെ നൽകിയ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആലുവ സ്വദേശിയായ നടി. പരാതി പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണവുമായി സഹകരിക്കുമെന്നും നടി. കണ്ണൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ അപകടം. പിലാത്തറ ചെറുതാഴത്താണ് അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതോടെ നിയന്ത്രണം വിട്ട ബസ് മറിയുകയായിരുന്നു. കോഴിക്കോട് മേലേക്കൂമ്പാറയിൽ ടെമ്പോ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പശ്ചിമ ബംഗാൾ സ്വദേശി മരിച്ചു. അതിഥി തൊഴിലാളികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 15ഓളം പേർക്ക് പരിക്കേറ്റു. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ വജ്ര ജൂബിലി ഗാനം ഗായകൻ ഡോക്ടർ ജാസി ഗിഫ്റ്റ് റിലീസ് ചെയ്തു. ഗാനത്തിന് അധ്യാപകരായ ശ്രീ ലിജു ടി വർഗീസ് രചനയും വിനു വർഗീസ് കുര്യൻ സംഗീതവും നൽകി. വിദ്യാർത്ഥികളാണ് ഗാനം ആലപിച്ചത്. ചടങ്ങിൽ ഡോക്ടർ ശ്രീജയ് ആർ, സന്തു ജോൺ സാജൻ, ഡോക്ടർ സുബിൻ രാജ് എസ് എസ്, ഹന്ന മാത്യു എന്നിവർ പങ്കെടുത്തു. തിരുവല്ലയിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ബൈക്കിൽ സഞ്ചരിക്കവേ കയർ കഴുത്തിൽ കുരുങ്ങി തകഴി സ്വദേശി സെയ്ദാണ് മരിച്ചത്. MBBS സീറ്റ് തരപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് രക്ഷിതാക്കളിൽ നിന്ന് കോടികൾ തട്ടി പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസ് അറസ്റ്റിൽ. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ സീറ്റ് തരപ്പെടുത്താമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ചിറ്റാർപ്പുഴയുടെ കൈത്തോടായ പടപ്പാടി തോട്ടിലേക്ക് അറവു മാലിന്യങ്ങൾ തള്ളി. പ്രദേശത്ത് കടുത്ത ദുർഗന്ധമെന്ന് പ്രദേശവാസികൾ. ഇതുവഴി ആൾ സഞ്ചാരം കുറവായത് മുതലെടുത്താണ് മാലിന്യങ്ങൾ തള്ളിയത്. അനുജന്റെ മരണവാർത്തയറിഞ്ഞ് ജ്യേഷ്ഠൻ കുഴഞ്ഞു വീണ് മരിച്ചു. ആറ്റിങ്ങൽ കൊടുമൺ സ്വദേശി ഹരിയാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. അയനം സാംസ്കാരിക വേദി ചെയർമാനായി വിജേഷ് എടക്കുന്നിനെയും കൺവീനറായി PV ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. അയനം ഡോക്ടർ സുകുമാർ അഴീക്കോടിടത്തിൽ നടന്ന വാർഷിക യോഗത്തിലാണ് തീരുമാനം. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസിയുടെ ആക്രമണത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരന് പരിക്ക്. മൂക്കിന്റെ പാലം തകർന്ന ജീവനക്കാരൻ രഞ്ജുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MDMAയുമായി സ്വകാര്യ ബസ് ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ പിടിയിൽ. കൊടുവള്ളി സ്വദേശി ഹാഷ്മി, കൂട്ടാളി ബാലുശ്ശേരി സ്വദേശി AK റഫീഖ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഭിന്നശേഷിക്കാരിയായ 20-കാരിയെ പീഡനത്തിനിരയാക്കിയ ഓട്ടോ ഡ്രൈവർ പിടിയിൽ. അകന്ന ബന്ധുവായ ഇയാൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡനത്തിനിരയാക്കുകയായിരുന്നു. വട്ടപ്പാറ സ്വദേശി ഷോഫിയാണ് പിടിയിലായത്. കണ്ണൂർ തളിപ്പറമ്പിൽ ഓൺലൈൻ തട്ടിപ്പിലൂടെ 17 ലക്ഷം തട്ടിയയാൾ പിടിയിൽ. കാസർഗോഡ് സ്വദേശി അബ്ദുൾ സമദാനിയാണ് പിടിയിലായത്. ഡിസ്കൗണ്ട് നിരക്കിൽ വിവിധ കമ്പനികളുടെ ഷെയർ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്.
തനിക്കെതിരായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന വ്യാജ ഉള്ളടക്കങ്ങൾ 24 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്ന് സംഗീത സംവിധായകനും ഗായകനുമായ AR റഹ്മാൻ. ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്ന വക്കീൽ നോട്ടീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് AR റഹ്മാൻ. വിവരങ്ങൾ മറച്ചുവെച്ച് മസ്കത്തിലേക്ക് പറക്കാൻ ശ്രമിച്ച 6 സ്ത്രീകൾ വിമാനത്താവളത്തിൽ പിടിയിൽ. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് യുവതികളെ പിടികൂടിയത്. മഹാരാഷ്ട്രയിലെ പരാജയം പരിശോധിക്കുമെന്ന് രാഹുൽ ഗാന്ധി. മഹാരാഷ്ട്രയിലെ ഫലങ്ങൾ അപ്രതീക്ഷിതമാണെന്നും വിശദമായി വിശകലനം ചെയ്യുമെന്നും രാഹുൽ. ജാർഖണ്ഡിലേത് ഭരണഘടന സംരക്ഷിച്ചതിന്റെ വിജയമെന്നും രാഹുൽ ഗാന്ധി. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മുംബൈയിൽ ട്രെയിനിൽ നിലത്തിരുന്ന് യാത്ര ചെയ്യുന്ന നവവധുവിന്റെ ചിത്രങ്ങൾ. ഇതോടെ റെയിൽവേക്കെതിരെ രൂക്ഷ വിമർശനം. വരാനിരിക്കുന്ന ട്രംപിന്റെ ഭരണത്തിൽ എലോൺ മസ്കിന്റെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിൽ വലിയ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് മുൻ ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ. ട്രംപും പ്രമുഖ ടെക് ഭീമന്മാരും തമ്മിലുള്ള ദൃശ്യമായ സഖ്യത്തെക്കുറിച്ച് നേരത്തെയും ഏഞ്ചല ആശങ്ക പങ്കുവച്ചിരുന്നു. ഫിലിപ്പീൻസിൽ പ്രസിഡന്റിന് വധഭീഷണിയുമായി വൈസ് പ്രസിഡന്റ് സാറ ഡ്യൂട്ടർട്ട് കാർപിയോ. പ്രസിഡന്റ് ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയറിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിൽ ഉദ്യോഗസ്ഥർ. സ്ക്വയർ ക്യാപിറ്റൽ മാനേജ്മെന്റ് സ്ഥാപകനായ സ്കോട്ട് ബെൻസന്റിനെ ട്രഷറി വകുപ്പ് സെക്രട്ടറിയായി നിയമിക്കുമെന്ന് ട്രംപ്. നിയമനത്തിന് സെനറ്റ് അംഗീകാരം ലഭിച്ചാൽ ക്രിപ്റ്റോ കറൻസിയെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്ന ആദ്യ ട്രഷറി സെക്രട്ടറി കൂടിയാകും ബെൻസന്റ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ പ്രശംസിച്ച് എലോൺ മസ്ക്. ഇന്ത്യ ഒറ്റ ദിവസം കൊണ്ട് 640 മില്യൺ വോട്ടുകൾ എണ്ണിയപ്പോൾ കാലിഫോർണിയയിൽ ഇപ്പോഴും വോട്ടെണ്ണൽ തുടരുകയാണെന്ന് മസ്ക്. ബ്രിട്ടന് പിന്നാലെ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ച് കാനഡ. അന്താരാഷ്ട്ര നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുമെന്നും അന്താരാഷ്ട്ര കോടതികളുടെ ഉത്തരവുകൾ നടപ്പാക്കുമെന്നും കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർക്ക് പുരസ്കാരം സമ്മാനിച്ച് ദുബൈ ആസ്ഥാനമായ ആർട്ട് ഫോർ യു ഗാലറി. 28 രാജ്യങ്ങളിൽ നിന്നുള്ള 60 പേർക്കാണ് കലാരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് പുരസ്കാരം നൽകിയത്. നിയമപ്രശ്നം മൂലം നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന സൗദി അൽസഹയിലെ 2 പ്രവാസികൾ നവോദയയുടെ സഹായത്താൽ നാട്ടിലേക്ക്. സൗദി ഹസയിൽ ജോലി ചെയ്തിരുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഷംസീർ, കന്യാകുമാരി സ്വദേശി കാർലോസ് എന്നിവർക്കാണ് നവോദയ മുബാറസ് ഏരിയ സാമൂഹ്യ വിഭാഗം തുണയായത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് സലാല കേരള വിഭാഗം സംഘടിപ്പിച്ച യുവജനോത്സവം 2024 സമാപനം. നിരവധി പേർ മത്സര പരിപാടികളിൽ പങ്കെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രെയിൻ യാത്ര നടത്തിയതിനെക്കുറിച്ചുള്ള വീഡിയോ പങ്കുവച്ച് കാർത്തിക് സൂര്യ. യാത്രയിലെ വെല്ലുവിളികളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് വ്ലോഗ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് വേണ്ടിയാണ് വീഡിയോ പങ്കുവച്ചതെന്ന് കാർത്തിക് സൂര്യ.
തമിഴക വെട്രിക്കഴകത്തിന്റെ പ്രഥമ സമ്മേളനത്തിന് സ്ഥലം വിട്ടു നൽകിയ കർഷകരെ ആദരിച്ച് നടൻ വിജയ്. ചെന്നൈയിൽ നടന്ന ചടങ്ങിലാണ് കർഷകരെയും കുടുംബങ്ങളെയും ഉപഹാരങ്ങൾ നൽകി വിജയ് ആദരിച്ചത്. SP വെങ്കിടേഷിനെ വീണ്ടും സ്വീകരിച്ച് കേരളം. SP-യുടെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മൂകഭാവം തരളമായി എന്ന് തുടങ്ങുന്ന ഗാനം 5 ദിവസം കൊണ്ട് യൂട്യൂബിൽ കണ്ടത് 1,00,000-ലേറെ പേർ. ജയചന്ദ്രനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ആഷിഖ് അബുവിന്റെ റൈഫിൾ ക്ലബ്ബ് ഡിസംബറിൽ തിയേറ്ററുകളിലേക്ക്. OPM സിനിമാസിന്റെ ബാനറിൽ ആഷിഖ് അബു, വിൻസെന്റ് വടക്കൻ, വിശാൽ വിൻസെന്റ്, ടോണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. IIMF വേദിയിൽ ആദ്യ ആൽബം അവതരിപ്പിച്ച് ഗായിക പ്രാർത്ഥന ഇന്ദ്രജിത്ത്. ഐ റോട്ട് ദിസ് ഓൺ എ റെയിനി നൈറ്റ് എന്ന ആൽബമാണ് സംഗീതവേദിയിൽ അവതരിപ്പിച്ചത്. മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്ക് മറ്റ് സിനിമാ ഇൻഡസ്ട്രികളെ വെച്ച് നോക്കുമ്പോൾ സുരക്ഷിതത്വമില്ലെന്ന് നടി സുഹാസിനി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി നടന്ന ചർച്ചയിലായിരുന്നു സുഹാസിനിയുടെ അഭിപ്രായം. നവാഗതനായ സിദ്ധാർത്ഥ് വിശ്വനാഥ് സംവിധാനം ചെയ്ത തമിഴ് ചിത്രം സ്വർഗവാസലിന്റെ ട്രെയിലർ പുറത്ത്. 1999-ലെ ചെന്നൈ പശ്ചാത്തലമാക്കുന്ന ചിത്രം ജയിൽ പുള്ളികളെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അതിശക്തമായ റോബോട്ടിക് ടെക്നോളജി ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി. 2025-ൽ നിർമ്മിത ബുദ്ധി ശക്തി പകരുന്ന ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് നോയിഡ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഡ്വർബ് ടെക്നോളജീസ്. ഭൂമിയുടെ കാന്തിക ധ്രുവങ്ങളുടെ ചലനവേഗത അപകടകരമായ തോതിൽ വർദ്ധിക്കുന്നതായി പഠനം. വേഗത തുടർന്നാൽ അടുത്ത ദശകത്തിൽ ഭൂമിയുടെ കാന്തിക ഉത്തരധ്രുവം 660 കിലോമീറ്റർ കൂടി നീങ്ങുമെന്നും വിവരം. ടെക്നോപോപ്പ് 9 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഡിസ്കൗണ്ട് സഹിതം വെറും 6500 രൂപയിൽ താഴെ വിലയിൽ ഫോൺ വാങ്ങാനാകും. മസ്കിന്റെ ന്യൂറാലിങ്കിന് ബ്രെയിൻ ചിപ്പ് പരീക്ഷണത്തിന് അനുമതി നൽകി കാനഡ. കനേഡിയൻ പഠനത്തിലൂടെ ഇംപ്ലാന്റിന്റെ സുരക്ഷയും പ്രാരംഭ പ്രവർത്തനവും വിലയിരുത്താൻ ലക്ഷ്യമിടുന്നതായി ബ്രെയിൻ ചിപ്പ് സ്റ്റാർട്ടപ്പ്. വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റ് നെറ്റ്ഫ്ലിക്സിലേക്ക്. 2025 ജനുവരി മുതലാണ് WWE റായുടെ ലൈവ് ഇവന്റുകൾ നെറ്റ്ഫ്ലിക്സ് സ്ട്രീം ചെയ്യുക. US, കാനഡ, UK, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ തത്സമയ വീഡിയോകൾ ലഭ്യമാകുന്നത്. ഇത്തിഹാദിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 4-0 തകർത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ. പെപ് ഗാർഡിയോളയുടെ 2 ദശാബ്ദത്തിനിടെ ഹോം ഗ്രൗണ്ടിലെ ഏറ്റവും വലിയ തോൽവിയാണിത്. കൂടാതെ സിറ്റിയുടെ തുടർച്ചയായ 5ാം പരാജയം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയക്കരു നീക്കാൻ ഇന്ത്യയുടെ 18-കാരൻ ദൊമ്മരാജു കുകേഷ്. നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെയാണ് എതിരാളി. ആദ്യ റൗണ്ട് നാളെ. ജംഷഡ്പൂർ മറ്റൊരു വാർത്തയിലേക്ക്.
ISO സർട്ടിഫൈഡ് ഓൺലൈൻ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമായ യെല്ലോ ക്ലൗഡിന്റെ ആദ്യ കൊമേഴ്ഷ്യൽ ആഡ് പ്രകാശനം ചെയ്തു. കൈരളി ടിവിയുടെ അശ്വമേധം വേദിയിൽ വെച്ചാണ് പ്രകാശനം നടന്നത്. ഈ റിപ്പോർട്ടോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ വർഷ ചേരും. നമസ്കാരം.